എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. നമ്മളെ ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ +2 ടോപ്പിക്കിലെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഈ 3 ക്ലാസ്സസിൻ്റെയും മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്, ഈ ചാപ്റ്ററിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എക്സാമിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന്. സോ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സിൻ്റെ എല്ലാ 3 ക്ലാസ്സസിൻ്റെയും മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. സോ ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ എന്താ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഫസ്റ്റ് ലെറ്റ്സ് ഇൻട്രൊഡക്ഷൻ വേണം അല്ലേ. എന്താണ് ആൽഡിഹൈഡ്, എന്താണ് കീറ്റോൺ, എന്താണ് കാർബോക്സിലിക് ആസിഡ്സ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണം. സോ ഇവർ 3 പേരും കൂടെ എങ്ങനെ ഒരു ചാപ്റ്ററിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും ആരുണ്ട്? നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആരാണ് കാർബണൈൽ ഗ്രൂപ്പ്? നമ്മുടെ C+O, ഈ ഡബിൾ ബോണ്ട് O സിയും വരുന്ന ഈ ബോണ്ടിനെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കാർബണൈൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾ നോക്കുക, ആൽഡിഹൈഡ്സ് ആണെങ്കിലും കീറ്റോൺസ് ആണെങ്കിലും കാർബോക്സിലിക് ആസിഡ്സ് ആണെങ്കിലും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അവരിൽ എന്താണ്? പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ 3 പേരെയും ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് തന്നെ. So, carbonyl, aldehydes, ketones and carboxylic acids are some of the important classes of the organic compounds containing carbon-oxygen double bond, which is called in the carbonyl group എന്നുള്ളത്. ഓക്കെ അല്ലേ? യെസ്. സോ ദ സ്ട്രക്ചർ ഓഫ് C+O ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 1 സിഗ്മ. നമുക്കറിയാം എല്ലാ ഡബിൾ ബോണ്ടിലും ആദ്യത്തെ ആൾ ആരാണ്? സിഗ്മയും ഒരു പൈ ബോണ്ടുമാണ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ കാർബണൈൽ കോമ്പൗണ്ട് കാർബൺ യൂസസ് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ഇവർക്ക് ഉണ്ടായിരിക്കുക. കാരണം ഇവർക്കുള്ള സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോണ്ട്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് ബോണ്ട് പെയർസിന്റെ എണ്ണം വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവുക? sp2 ഹൈബ്രിഡൈസേഷനും ഒരു ട്രയഗണൽ പ്ലേനാർ സ്ട്രക്ചറും ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. സോ അതാണ് നമുക്കിവിടെ പറയുന്നത്. ഇവിടെ കാർബൺ എന്തുണ്ട്? ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ്. ആൻഡ് അവരുടെ തന്നെ ഫ്രീ ആയിട്ട് കിടക്കുന്ന p ആണ് ഇവിടെ എന്ത് ചെയ്തത്? ലാറ്ററൽ ഓവർലാപ്പിംഗ് നടന്നിട്ട് ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ അവർക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി നോമൻക്ലേച്ചർ, IUPAC നോമൻക്ലേച്ചറിന്റെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആൽഡിഹൈഡ്സിന്റെ കേസ് ആണെങ്കിൽ ആൽഡിഹൈഡ്സിൽ നമുക്കറിയാം നമ്മൾ അവസാനം എന്ത് ചേർക്കണം? ആല് ചേർക്കണം. നമ്മുടെ ANEയിലെ ഈനെ മാറ്റിയിട്ട് അവസാനം നമ്മൾ ആരെ ചേർത്ത് കൊടുക്കണം? AL നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് എന്ത്? ആൽഡിഹൈഡ്സിന്റെ കേസിൽ വരുന്ന നെയിമിംഗ് എന്ന് പറയുന്നത്. ഇനി കീറ്റോൺ ആണെങ്കിലോ നമ്മൾ ONE ആഡ് ചെയ്ത് കൊടുക്കണം. കാർബോക്സിലിക് ആസിഡ്സ് ആണെങ്കിൽ OIC ആസിഡ്. ഇതാണ് നമ്മുടെ എന്ത്? IUPAC നെയിമിംഗിൽ വരുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കുകയാണ്, CH3 CH2 CHO. ഇതിന്റെ എത്ര കാർബൺ ആറ്റംസ് ആണുള്ളത്? 3 കാർബൺ ആറ്റംസ്. അപ്പൊ നമ്മൾ ആൽക്കൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ കാർബൺ നമ്മൾ എങ്ങനെ വിളിക്കും? പ്രൊപ്പെയിൻ എന്ന് വിളിക്കും. ഇവിടെ ആ ഒരു CH3 അല്ല, അതിന് പകരം ഇവിടെ CHO ആണുള്ളത്. അപ്പൊ നമ്മൾ പ്രൊപ്പെയിന്റെ മാറ്റിയിട്ട് നമ്മൾ എന്ത് വിളിക്കും? പ്രൊപ്പനാൽ എന്നാണ് ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര്. എന്താണ് വിളിക്കുക? പ്രൊപ്പനാൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക, CH3 C+O CH3 ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ വിളിക്കണം? പ്രൊപ്പനോൺ എന്ന് വിളിക്കണം. എന്താ വിളിക്കുക? പ്രൊപ്പനോൺ. ഓക്കെ അല്ലേ? CH3 CH2 COOH ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? പ്രൊപ്പനോയിക് ആസിഡ്. എന്താണ്? പ്രൊപ്പനോയിക് ആസിഡ്. ഇതൊക്കെ അവരുടെ എന്താണ്? IUPAC നെയിമിംഗ് ആണ് കേട്ടോ. ഈ ഒരു സ്ട്രക്ചറിന്റെ നമ്മുടെ എന്താ പറയുക കോമൺ നെയിമിംഗിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വെരി ഫേമസ് ആണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രൊപ്പനോൺ എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഈ ഒരു സ്ട്രക്ചറിന് പ്രത്യേകമായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അസറ്റോൺ. എന്താ വിളിക്കുക? അസറ്റോൺ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക CH3 CHO എന്ന് പറയുന്ന സ്ട്രക്ചർ, ഇതിനെ നമ്മൾ എഥനാൽഡിഹൈഡ് എന്ന് വിളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? അസറ്റാൽഡിഹൈഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ HCHO നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫോമാൽഡിഹൈഡ് എന്നാണ് നമ്മൾ വിളിക്കുന്ന പേര്. അതേപോലെ HCOOH നമുക്ക് എങ്ങനെ വിളിക്കാം? ഫോമിക് ആസിഡ് എന്ന് വിളിക്കാം. അതേപോലെ CH3 COOH നമുക്ക് എന്ത് വിളിക്കാം? ആസറ്റിക് ആസിഡ് എന്നും വിളിക്കാം. ക്ലിയർ അല്ലേ? ഈ സ്ട്രക്ചർ ഒന്നും നമ്മൾ മറന്നു പോവാനേ പാടില്ല. അതേപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്ട്രക്ചറാണ് നമ്മുടെ COCH3. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അസറ്റോഫീനോൺ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്. എന്താ വിളിക്കുക? അസറ്റോഫീനോൺ. ഓക്കെ അല്ലേ? ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ സ്ട്രക്ചേഴ്സും അതിൻ്റെ നോമൻക്ലേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അതേപോലെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. CH2 CHO
ഓഫ്, സോറി ഗൈസ്, എല്ലാം നമ്മൾ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എനിവേസ് ഞാൻ അതൊന്നും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതി തരാം എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. പ്രൊപ്പനാൽ, യെസ്, CH3 C ഡബിൾ ബോണ്ട് OCH3. ഇനി നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറയൂ, എന്താണ് ഇതിൻ്റെ പേര്? CH3 C ഡബിൾ ബോണ്ട് OCH3. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊപ്പനോൺ. ഓക്കെ, എനിവേസ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഴുതാം. ഓക്കെ, വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പം തന്നെ ഞാൻ എന്താ പറയുക പോസ് ചെയ്തിട്ട് ഞാനൊന്ന് എഴുതിയിട്ട് ഞാൻ വരാം കേട്ടോ. യെസ്, മാജിക്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യം ഞാനിപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് എ മിനിറ്റ്. യെസ്, ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ CHO CH2 CHCHO CH2 CHO ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ പേര് കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം നമ്മൾ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ന് വിളിക്കാൻ പറ്റില്ല. സോ ഒന്നിൽ കൂടുതൽ ഇങ്ങനത്തെ CHO ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ചെയിനെ നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നിട്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, പേര് കൊടുക്കണം. സോ ഇതൊരു പ്രൊപ്പെയിൻ ചെയിൻ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ പേര് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? പ്രൊപ്പെയിൻ എന്ന് എഴുതുക, ഒരു മാറ്റം വരുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രൊപ്പെയിൻ എന്ന് എഴുതുക. ദെൻ 1,2,3 ട്രൈകാർബാൽഡിഹൈഡ്. എന്താ വിളിക്കുക? ട്രൈകാർബാൽഡിഹൈഡ്. എന്തുകൊണ്ടാണ് നമ്മൾ കാർബാൽഡിഹൈഡ് എന്ന് വിളിക്കാൻ കാരണം? ഈ കാർബണിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്പറിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ട്രൈകാർബാൽഡിഹൈഡ് എന്ന് വിളിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മുടെ നോമൻക്ലേച്ചറിന്റെ കേസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്തിൻ്റെയാണ്? ആൽഡിഹൈഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് എന്ത്? കൺട്രോൾഡ് ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൈമറി ആൽക്കഹോളിനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് തരത്തിൽ നമുക്ക് എന്താ പറയുക കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആൽഡിഹൈഡും, സെക്കൻഡ് വൺ നമുക്ക് എന്തും കിട്ടും? കാർബോക്സിലിക് ആസിഡ്സും നമുക്ക് കിട്ടും എന്നുള്ള കാര്യം. എപ്പോഴാണ് ആൽഡിഹൈഡ് കിട്ടുക? മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കിട്ടും. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർബോക്സിലിക് ആസിഡ്സ് കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമുക്ക് പ്രൈമറി ആൽക്കഹോളിന് ആൽഡിഹൈഡ് ഉണ്ടാക്കണമെങ്കിൽ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ലൈക്ക് നമ്മുടെ PCC, CrO3, PDC ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. ഓക്കെ, യെസ്, ഇതൊക്കെയാണ് നമ്മുടെ ആര് വരുന്നത്? പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. ഇതാണ് ആര്? നമ്മുടെ എന്താ പറയുക റീഏജന്റ് വരുന്നത്. സോ ഒന്നുമില്ല, നമ്മളൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? CH3 CH2OH ഞാൻ PCC-യുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് എന്തായിട്ട് മാറും? CH3 CHO ആയിട്ട് മാറും. കാർബണിന്റെ എണ്ണത്തിലൊന്നും ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല, ജസ്റ്റ് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നു. CH3 CH2OH എന്നുള്ളത് CH3 CHO ആയിട്ട് മാറുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഡീഹൈഡ്രോജനേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ. എഗെയിൻ നമ്മൾ ആൽക്കഹോൾ ചാപ്റ്ററിൽ പഠിച്ച കാര്യമായിരുന്നു. പ്രൈമറി ആൽക്കഹോൾ ആയിക്കോട്ടെ, സെക്കൻഡറി ആൽക്കഹോൾ ആയിക്കോട്ടെ, കോപ്പർ അറ്റ് 273 കെൽവിൻ എന്നാണ്, 573 കെൽവിൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോപ്പർ അറ്റ് 573 കെൽവിനിൽ നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾസ് ആണെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. സെക്കൻഡറി ആണെങ്കിൽ അത് കീറ്റോൺ ആയിട്ട് മാറും. ടേർഷ്യറി ആണെങ്കിൽ അവർ ഫോം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു? ആൽക്കീൻ ആണ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെയിം വേ നമുക്ക് പറയാം, CH3 CH2OH ഞാൻ കോപ്പർ അറ്റ് 573 കെൽവിനിൽ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എഗെയിൻ എനിക്ക് ഫോം ചെയ്യുന്നത് CH3 CHO ആയിരിക്കും. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ. ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം ഹൈഡ്രോ കാർബൺസ് ആണ് കേട്ടോ. അത് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നേരത്തെ നമ്മളത് എന്തായിരുന്നു? മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾസ് ആണ്. ഫ്രം ആൽക്കഹോളിൽ നിന്നും എങ്ങനെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇവിടെ കാണിച്ചത്. ഇവിടെയാണെങ്കിലോ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം എന്താണ്? ഹൈഡ്രോ കാർബൺ ആണ്. ക്ലിയർ അല്ലേ? എന്താണ്? ഫ്രം ഹൈഡ്രോ കാർബൺ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഹൈഡ്രോ കാർബൺ നമ്മുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഓസോണോളിസിസ് ആണ്. സോ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ആലോചിക്കണം, നമുക്കൊരു C ഡബിൾ ബോണ്ട് C, ഇതാണല്ലോ നമ്മുടെ ആൽക്കീൻ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഓസോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് സിങ്ക്, ഡസ്റ്റ് ആൻഡ് വാട്ടർ. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഈ രണ്ട് ബോണ്ടും അങ്ങോട്ട് ബ്രേക്ക് ആവും. ഈ രണ്ട് ബോണ്ടും ബ്രേക്ക് ആയിട്ട് ഇവിടെ ഒരു ഓസോണൈഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു എന്താ പറയുക ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു
ഇന്റർമീഡിയറ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അതിനെ നമ്മൾ വിളിച്ച പേരാണത് ഓസോണൈഡ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ ബോണ്ടുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്തുണ്ടാവും? ഇവിടെ നമ്മുടെ സി ഡബിൾ ബോണ്ട് ഓ ഫോം ചെയ്യും. ഈ ഓക്സിജൻ ഇവിടുന്ന് റിമൂവ് ആയി പോവുക ചെയ്യുക. സോ നമുക്ക് എന്താ കിട്ടുക? 2 moles ഓഫ് സി ഡബിൾ ബോണ്ട് ഓ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 കാർബണൈൽ ഗ്രൂപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എഴുതിയുന്ന ആൽഡിഹൈഡ്സും എങ്ങനെ എഴുതിയുന്ന കീറ്റോൺസും കിട്ടാന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് CH3CH ഡബിൾ ബോണ്ട് CH3. ഇതിനെയാണ് ഞാൻ ഓസോണോളിസിസ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് എഴുതാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ ഡബിൾ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ഇട്ട് കൊടുക്കുക. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക? 2 molecules ഓഫ് CH3CHO അല്ലേ നമുക്ക് ഇവിടെ കിട്ടുക? കറക്റ്റ് അല്ലേ? യെസ്. സോ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ആൽഡിഹൈഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോണും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 കീറ്റോൺസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതെപ്പോഴാണ് അങ്ങനെ കിട്ടുക? എപ്പോഴാണ് കിട്ടുക? ഞാൻ എടുക്കുകയാണ് CH3 ഡബിൾ ബോണ്ട് CH3. ഇതിനെ ഞാൻ ഓസോൺ, സിങ്ക് ആൻഡ് വാട്ടർ എന്താ ഇവിടെ കിട്ടുക? ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് 2 ഓക്സിജൻ ഇട്ട് കൊടുക്കാൻ വേണ്ടത്. ദാറ്റ് മീൻസ് എനിക്ക് കിട്ടുന്നത് CH3C ഡബിൾ ബോണ്ട് ഓ CH3 2 times. കറക്റ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? സോ നമ്മുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സിൽ തേർഡ് വൺ വരുന്നതാണ് എന്ത്? നമ്മുടെ ഓസോണോളിസിസ്. സോ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് വൺ നമ്മുടെ എന്താ പറയുക ഓക്സിഡേഷൻ ആണ്, മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടുള്ള PCC ഒക്കെ വെച്ചിട്ടുള്ള ഓക്സിഡേഷൻ. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മുടെ എന്താ പറയുക നമ്മുടെ കോപ്പർ അറ്റ് 573 കെൽവിനിൽ നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ. നെക്സ്റ്റ് വൺ ഹൈഡ്രേഷൻ ഓഫ് ഈഥൈൻ. അഗെയിൻ ഹൈഡ്രോകാർബൺ എന്നുള്ള ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ഹൈഡ്രേഷൻ ഓഫ് ഈഥൈൻ എന്ന് പെർട്ടിക്കുലർലി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈഥൈൻ്റെ ഹൈഡ്രേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആൽഡിഹൈഡ് കിട്ടുള്ളൂ. അതന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ആൽഡിഹൈഡ്, അസെറ്റാൽഡിഹൈഡിന്റെ ഒരു എക്സ്ക്ലൂസീവ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് എന്ത്? നമ്മുടെ ഹൈഡ്രേഷൻ ഓഫ് ഈഥൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്താ ചെയ്യണത്? ഇതിനെ നമ്മൾ H2SO4 ആൻഡ് HgSO4ന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുക? ട്രീറ്റ് ചെയ്യിപ്പിക്കുക. നമുക്ക് കറസ്പോണ്ടിങ് CH3CHO ആയിട്ട് ഇത് മാറും. ഇത് ഈഥൈനെ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അസെറ്റാൽഡിഹൈഡ് ആയിരിക്കും. ഇത് രണ്ടും എക്സ്ക്ലൂസീവ് ആണ്. നമ്മൾ എടുക്കുന്ന ആളും നമുക്ക് കിട്ടുന്ന ആളും. വേറെ ഒരു ആൽഡിഹൈഡിനെ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്താ? കൺട്രോൾഡ് റിഡക്ഷൻ ഓഫ് അസൈൽ ഹാലൈഡ്സിന്റെ കൺട്രോൾഡ് റിഡക്ഷൻ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. എപ്പോഴും എക്സാമിനൊക്കെ ചോദിച്ച് കാണുന്ന ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. കാരണം ഇതൊരു നെയിംഡ് റിയാക്ഷൻ ആണ്. റോസൻമൺ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു അസൈൽ ക്ലോറൈഡ് അവിടെ ഉണ്ട്. അവിടെ നമ്മൾ റിഡക്ഷൻ ആണ് നടത്തുന്നത്. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് വെച്ച് പോയിസൺഡ് പലേഡിയം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക. എന്താണ്? പോയിസൺഡ് പലേഡിയം ആണ്. എന്തിനാണ് പോയിസൺഡ് പലേഡിയം? പലേഡിയത്തിന് നമ്മൾ ബേരിയം സൾഫേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ പോയിസൺഡ് പലേഡിയം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സൗണ്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്താട്ടോ. സോ എന്തിനാണ് നമ്മൾ ഈ പലേഡിയത്തിന് എങ്ങനെ പോയിസൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിയാക്ടിവിറ്റിനെ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബേരിയം സൾഫേറ്റ് വെച്ചിട്ട് നമ്മൾ പോയിസൺ ചെയ്തിട്ട് നമ്മൾ ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് എന്തായിട്ട് മാറുന്നത്? ഇവിടെ ബെൻസാൽഡിഹൈഡ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ്. റോസൻമൺ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്? ബെൻസാൽഡിഹൈഡിന്റെ ഫ്രം അസൈൽ ക്ലോറൈഡിൽ നിന്നും ബെൻസാൽഡിഹൈഡിനെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? നമ്മുടെ റോസൻമൺ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഫ്രം നൈട്രൈൽസ് ആൻഡ് എസ്റ്റേഴ്സ്. എസ്റ്റേഴ്സിന് നൈട്രൈൽസ് എന്നും എസ്റ്റേഴ്സ് എന്നുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നൈട്രൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ CN ഗ്രൂപ്പ് വരുന്നതിനാണ് നമ്മൾ നൈട്രൈൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സയനൈഡ് എന്നും പറയാറുണ്ട്. അതുകൂടാതെ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണെന്ത്? നൈട്രൈൽ. NC ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഐസോനൈട്രൈൽ. അതാണ് എന്ത്? ഫ്രം നൈട്രൈൽസ് ആൻഡ് എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നൈട്രൈൽസ് എന്നുള്ള ദിസ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് അഗെയിൻ ദിസ് ഇസ് അനദർ നെയിം റിയാക്ഷൻ. എന്താണ് പേര്? സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളിലേക്ക് വരുന്നത് സ്റ്റീഫനും സ്റ്റേനസും ആലോചിക്കുക. സ്റ്റീഫനിൽ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സയനൈഡ് നൈട്രൈൽസ് എന്നുള്ളതാണ് നമുക്കറിയാലോ. സോ നമ്മൾ ഏതെങ്കിലും ഒരു നൈട്രൈലിനെ എടുത്തിട്ട് അതിനെ സ്റ്റേനസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇവർ ഇമീൻസ് ആയിട്ട് മാറും. ഇമീൻ എന്ന് പറയുമ്പോൾ ഇയാള് ആദ്യം എന്തായിട്ടാണ് മാറുന്നത്? ഞാൻ കാണിച്ചു തരാം.
യെസ്, ഇയാൾ ആദ്യം ആരായിട്ടാ മാറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സി എച്ച് ഡബിൾ ബോണ്ട് NH ഇങ്ങനെയായിട്ട് മാറും. ഇത് ആദ്യം എന്താവും? ഇമീനാവും. ഈ ഇമീനെ നമ്മൾ ഹൈഡ്രലൈസ് ചെയ്തിട്ടാണ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡിനെ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ ഡബിൾ ബോണ്ടഡ് അമീനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇമീൻ എന്നുള്ളത്. സോ ആദ്യം നമ്മൾ ഇവിടെ സ്റ്റെയനസ് ക്ലോറൈഡ് ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇമീനായിട്ട് മാറും. ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ആണ് ഇവരെന്തായിട്ട് മാറുക? ആൽഡിഹൈഡ് ആയിട്ട് മാറുക. അതിപ്പോ നമുക്ക് അരോമാറ്റിക് ആൽഡിഹൈഡിനെയും സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അത് വൺ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം നൈട്രൈൽസ്. വി ഹാവ് അനദർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം നൈട്രൈൽസ് അഗൈൻ. അതെന്താണ്? അതെങ്ങനെയാണ്? ഡിബാൽ എച്ച് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിബാൽ എച്ച് യൂസ് ചെയ്തിട്ടും നമുക്ക് നൈട്രൈൽസ് എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറയുക, റിഡക്ഷൻ നടത്താനായിട്ട് കഴിയും. അതേപോലെ ഫ്രം എസ്റ്റേഴ്സ് ഒന്നും നമ്മൾ ഡിബാൽ എച്ച്, ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ഡിബാൽ എച്ച് എന്ന് പറയുന്നത്. അതും ഒരു വീക്ക് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ ഇവരെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആൽഡിഹൈഡ്സ് ആക്കി മാറ്റാൻ പറ്റും. അത് നൈട്രൈൽസ് ആണെങ്കിലും എസ്റ്റേഴ്സ് ആണെങ്കിലും നമുക്ക് ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. സോ നൈട്രൈൽസ് എന്നും എസ്റ്റേഴ്സ് എന്നുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് സെവൻത്ത് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇതൊക്കെ ആൽഡിഹൈഡ്സിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഓക്സിഡേഷൻ ഓഫ് ടൊളുവീൻ. ടൊളുവീന്റെ ഓക്സിഡേഷൻ. ഇത് രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എറ്റാർഡ് റിയാക്ഷൻ. നമ്മൾ ജസ്റ്റ് പോയിട്ട് ഈ ഒരു ടൊളുവീൻ ഓക്സിഡൈസ് ചെയ്യാൻ നിന്നാൽ ഇയാൾ ഡയറക്റ്റ് ആയിട്ട് ആരായിട്ട് മാറും? നമ്മുടെ ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഹൈ റിയാക്ടിവിറ്റി ആണ് ഇവർക്കുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു CH3 എന്ത് ചെയ്യണം? ഇവിടെ ഇതിന്റെ റിയാക്ടിവിറ്റി കുറച്ച് കുറക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ടൊളുവീനെ ആരായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കും? ക്രോമൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്രോമിക് ഓക്സൈഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കും. ക്രോമൈൽ ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ അതാണ് എന്ത്? എറ്റാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ CrO2, Cl2 ആൻഡ് CCl4 ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ ഭാഗത്തിന് നമ്മൾ അങ്ങോട്ട് ഇവിടുത്തെ എന്താ പറയാ വലിയൊരു ഗ്രൂപ്പിനെ നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പൊ എന്ത് ചെയ്യില്ല? ഇവർ ഒന്നാകെ എന്തായി പോവില്ല? ഓക്സിഡൈസ് ആയി പോവില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആക്കി നമുക്ക് അവരെ കിട്ടും ബൈ അഡീഷൻ ഓഫ് വാട്ടർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ഇതാണ് ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ ക്രോമിക് ഓക്സൈഡ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ടൊളുവീൻ എടുക്കുന്നു, CH3. അതിന് നമ്മൾ CrO3 ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് അൺഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ CH3CO2 ഇതിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്താവും? ഈ അസറ്റിക് അൺഹൈഡ്രൈഡ് ഇവിടെ വന്നിട്ട് ബോണ്ട് ഫോം ചെയ്യിപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്യും? എഗെയിൻ ഇവിടുത്തെ ബൾക്കിനെസ് കൂട്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുക? ഒരു കോംപ്ലക്സ് ആണ് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടറിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് നമ്മൾ കറസ്പോണ്ടിങ് എന്തായിട്ട് മാറ്റും? ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റും. ഇതാണ് എന്ത്? നമ്മുടെ അനദർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം ടൊളുവീൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്കുള്ള റിയാക്ഷൻ ആണ് എന്ത്? എറ്റാർഡ് റിയാക്ഷൻ. എറ്റാർഡ് റിയാക്ഷനിൽ നമ്മൾ ക്രോമൈൽ ക്ലോറൈഡ് ആയിട്ടാണ് ഇവരെ ട്രീറ്റ് ചെയ്യിപ്പിക്കുക ഇൻ പ്രസൻസ് ഓഫ് CCl4. ഇതാണ് എന്ത്? എറ്റാർഡ് റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ നമ്മൾ എറ്റാർഡ് റിയാക്ഷൻ എന്ന് പറയാറില്ല കേട്ടോ. ദിസ് ഇസ് നോട്ട് എറ്റാർഡ് റിയാക്ഷൻ. ഇതൊരു വേറെ റിയാക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. ഇതിന്റെ നെയിം ഒന്നും പറയുന്നില്ല. ഓക്കെ. നെയിം റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന റിയാക്ഷൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ CH3 ആദ്യം ക്രോമൈൽ ക്ലോറൈഡ് ആൻഡ് CCl4 ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്ന റിയാക്ഷൻ ആണ് എറ്റാർഡ് റിയാക്ഷൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ റിയാക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ വേറൊരു ഗ്രൂപ്പിനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ അല്ലെങ്കിൽ നമുക്കുള്ള വേറെ മെത്തേഡാണെന്ത്? CrO3 ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് അൺഹൈഡ്രൈഡ് ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ റിയാക്ടിവിറ്റി കുറക്കാം. എന്നിട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ബൈ ഹൈഡ്രോളിസിസ് ഓഫ് ബെൻസാൽ ക്ലോറൈഡ്. ബെൻസാൽ ക്ലോറൈഡിന്റെ ഹൈഡ്രോളിസിസ്. ആദ്യം ബെൻസാൽ ക്ലോറൈഡ് എന്താണെന്ന് അറിയണം അല്ലെ? എന്താ ബെൻസാൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, CHCl2. ഇതിനെയാണ് നമ്മൾ ബെൻസാൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തെടുക്കും? ടൊളുവീൻ എടുക്കും. ഓക്കെ. ടൊളുവീനിലേക്ക് നമ്മൾ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് നമ്മുടെ സൺലൈറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? ബെൻസാൽ ക്ലോറൈഡ് ആയിട്ട് മാറും. അതായത് CHCl2 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? CHCl2 ആയിട്ട് ഇത് മാറും. ക്ലിയർ ആണോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്നിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ഓഫ് ടൊളുവീൻ
gives benzal chloride, which on hydrolysis gives benzaldehyde. ഇതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ശരിക്കും ഇത് എന്തായിട്ടാ മാറാന്നറിയോ? ആദ്യം ഇത് CHOOH ആയിട്ട് മാറും. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു വാട്ടർ അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് ഇവരാരായിട്ട് മാറും? CH ഡബിൾ ബോണ്ട് O അല്ലെങ്കിൽ CHO അല്ലെങ്കിൽ ബെൻസാൽഡിഹൈഡ് ആയിട്ട് ഇവര് മാറുകയാണ് ചെയ്യുന്നത്. എടാ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദിസ് ഇസ് ദ കൊമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് ബെൻസാൽഡിഹൈഡ് എന്ന് നമ്മൾ പറയുന്ന റിയാക്ഷൻ ഇതാണ്. എന്താണ്? ജസ്റ്റ് നമ്മൾ ടൊളുവിൻ എടുക്കുന്നു, ടൊളുവിനെ നമ്മൾ നമ്മുടെ എന്താ പറയുക സൈഡ് ചെയിൻ ക്ലോറിനേഷൻ നടത്തിയിട്ട് അതിനെ ബെൻസാൽ ക്ലോറൈഡ് ആക്കി മാറ്റുന്നു. എന്താണ്? ബെൻസാൽ ക്ലോറൈഡ് ആക്കി മാറ്റുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ആവുന്നു. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. അനദർ വെരി 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 ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. എക്സാമിന് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു റിയാക്ഷൻ ആണ് നമ്മുടെ ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. നിങ്ങളുടെ ഇപ്പോഴത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ, എന്താണ് ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ? എഗെയിൻ നമ്മൾ ബെൻസീനെ ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ആരായിട്ട്? കാർബൺ മോണോക്സൈഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. നമ്മുടെ ബെൻസീനെ കാർബൺ മോണോക്സൈഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ട്രീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറുന്നു? അവര് ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണത് ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് വൺ നമ്മൾ പ്രൈമറി ആൽക്കഹോളിന്റെ ഓക്സിഡേഷൻ പറഞ്ഞു. എഗെയിൻ പ്രൈമറി ആൽക്കഹോളിനെ കോപ്പറേറ്റ് 573 കെൽവിൻ ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ദെൻ നമ്മൾ ആൽക്കീന്റെ ഓസോണോളിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ആൽക്കൈനിന്റെ ഹൈഡ്രേഷൻ ഇൻ പ്രസൻസ് ഓഫ് H2SO4 ആൻഡ് HgSO4 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ റോസൻമൺ റിഡക്ഷൻ റിയാക്ഷൻ പറഞ്ഞു. അതെങ്ങനെയായിരുന്നു? അസൈൽ ക്ലോറൈഡിനെ പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ്, പോയിസന്റെ പലേഡിയത്തിന്റെ പ്രസൻസിൽ നമ്മൾ റിഡക്ഷൻ നടത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ നൈട്രൈൽസ് എന്നും എസ്റ്റോസ് എന്നുമുള്ള കാര്യം പറഞ്ഞു. നൈട്രൈൽസ് എന്നുള്ള റിയാക്ഷൻ ആണ് ഏത് റിയാക്ഷൻ? സ്റ്റീഫൻ റിയാക്ഷൻ. സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ സ്റ്റേനസ് ക്ലോറൈഡും HCl ആയിട്ട് ആദ്യം ട്രീറ്റ് ചെയ്യിപ്പിച്ച് ഇമീൻ ആക്കുന്നു. ആ ഇമീനെ ഹൈഡ്രേഷൻ നടത്തിയിട്ട് നമ്മൾ ആരാക്കി മാറ്റുന്നു? ആൽഡിഹൈഡ്സ് ആക്കി മാറ്റുന്നു. ദെൻ നമ്മൾ എസ്റ്റോസ് എന്നുള്ളത് പറഞ്ഞു. ഡിബാലെച്ചുമായിട്ടുള്ള റിയാക്ഷൻ സെയിം നമുക്ക് നൈട്രൈൽസ് ഒന്നും നടത്താന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഗെയിൻ നമ്മൾ പറഞ്ഞത് എവിടെ നിന്നുള്ളതാണ്? ടൊളുവീൻ എന്നുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ബെൻസീൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്നുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. അത് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് എറ്റാഡ് റിയാക്ഷൻ ആണ്. എറ്റാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമൈൽ ക്ലോറൈഡ് CrO2Cl2 ഇൻ പ്രസൻസ് ഓഫ് CCl4 ട്രീറ്റ് ചെയ്യിപ്പിച്ച ഒരു കോംപ്ലക്സ് ആദ്യം ഫോം ചെയ്യിപ്പിക്കുന്നു. അതിനെ ഹൈഡ്രേഷൻ നടത്തിയിട്ട് ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ഈ ടൊളുവിനെ നമ്മൾ CrO3 ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് അൺഹൈഡ്രേറ്റ് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. എഗെയിൻ നമുക്കൊരു കോംപ്ലക്സ് കിട്ടുന്നു. അതിനെ നമ്മൾ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഏതായിരുന്നു? യെസ്, ബൈ ഹൈഡ്രോളിസിസ് ഓഫ് ബെൻസാൽ ക്ലോറൈഡ്. അതായത് ബെൻസാൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ടൊളുവീൻ എടുക്കും, അതിനെ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ നടത്തും, എന്താ പറയുക നമ്മുടെ ബെൻസീൻ റിംഗ് CHCl2 ആക്കി മാറ്റും, അതിന്റെ ഹൈഡ്രേഷൻ നടത്തും, നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ബെൻസീനെ നമ്മൾ കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. സോ നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കറക്റ്റ് മാച്ച് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COCl-നെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിഡക്ഷൻ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോസൻമൺ റിഡക്ഷൻ റിയാക്ഷൻ. കറക്റ്റ് അല്ലേ? റോസൻമൺ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോസൻമൺ റിഡക്ഷൻ റിയാക്ഷനിൽ നമ്മൾ മെയിനായിട്ട് ആലോചിച്ച് വെക്കേണ്ടത് റിഡക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് പോയിസൺഡ് പലേഡിയം ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ മാച്ച്? കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് വൺ ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കാൻ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. ഏതാണ്? ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഇപ്പൊ രണ്ട് നമ്മൾ പറഞ്ഞതും നെയിം റിയാക്ഷൻസ് ആണ് കേട്ടോ. ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ എന്താണ് അവിടെ നമ്മൾ എടുക്കുന്നത്? കാർബൺ മോണോക്സൈഡ് HCl അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. നെക്സ്റ്റ് വൺ അസെറ്റ്ലീൻ ടു ആൽഡിഹൈഡ്. അസെറ്റ്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CH ട്രിപ്പിൾ ബോണ്ട് CH, അതായത് അല്ലെങ്കിൽ ഈഥൈനെ നമ്മൾ എങ്ങനെ ആൽഡിഹൈഡ് ആക്കി മാറ്റും എന്നുള്ളതാണ്. ജസ്റ്റ് കോൺസെൻട്രേറ്റഡ് H2SO4 എടുക്കുന്നു, HgSO4 ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് ഇസ് വാട്ട് ഈസ് അസെറ്റ്ലീൻ ടു ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എസ്റ്റർ ടു ആൽഡിഹൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിബാലെറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. എടാ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
ഈസി അല്ലേ? നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോണിലേക്ക് പോവാണ്. കീറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു കാർബണൈലിന്റെ രണ്ട് സൈഡിലും നമുക്ക് ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ്സ് ആണ് പ്രസന്റ് ആയത് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കീറ്റോൺസ് എന്നുള്ളത്. എഗെയിൻ സെയിം സ്ട്രക്ചർ ആണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ട്രൈഗണൽ പ്ലെയിനാർ ആണ്, ബോണ്ട് ആംഗിൾ 120 ആണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. First, oxidation of secondary alcohols. Again, RCH, ഇതാണല്ലോ സെക്കൻഡറി ആൽക്കഹോൾ. ഇതിനെ ഞാൻ എന്ത് ചെയ്യാം? ഇനി ഏത് സ്ട്രോങ് ആയിക്കോട്ടെ വീക്ക് ആയിക്കോട്ടെ ഏതൊരു ഓക്സിഡൈസിങ് ഏജന്റിനെ ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും they will become like RC double bond OR- കീറ്റോൺ ആയിട്ട് മാറും. നെക്സ്റ്റ്, ഡീഹൈഡ്രോജനേഷൻ ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ എടുക്കുന്നത് എന്താണ്? R-OH. ഇതിനെ ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കേണ്ടത്? എന്താണ്? കോപ്പർ അറ്റ് 573 കെൽവിൻ അല്ലെങ്കിൽ 300 ഡിഗ്രി സെൽഷ്യസ് ഞാൻ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? എഗെയിൻ ഇവര് കീറ്റോൺ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? നമ്മൾ ആൽഡിഹൈഡിൽ പറഞ്ഞ സെയിം മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നെക്സ്റ്റ്, ഓസോണോളിസിസ്. ഇത് നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. R ഡബിൾ ബോണ്ട് C R-R സെയിം ഗ്രൂപ്പ് ആണെന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. ഓസോണ്, ദെൻ നമ്മൾ എന്തെടുക്കണം? സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ എടുക്കണം. എന്താ ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ടിന്റെ അവിടെ ബ്രേക്ക് ചെയ്യുന്നു, ഓക്സിജൻ ഇട്ട് കൊടുക്കുന്നു. സോ നമുക്ക് 2 molecules ഓഫ് RC ഡബിൾ ബോണ്ട് R- ആയിട്ട് ഇത് മാറും. അതാണ് എന്ത്? നമ്മുടെ ഓസോണോളിസിസ് എന്ന് നമ്മൾ പറയുന്ന റിയാക്ഷൻസ്. ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ്. ഏതൊരു ആൽക്കൈൻ അതർ ദാൻ ഈഥൈൻ. ഓക്കെ, എനി ആൽക്കൈൻ അതർ ദാൻ ആര്? അതർ ദാൻ നമ്മുടെ ഈഥൈൻ വിൽ ഗിവ് എന്താണ്? കീറ്റോൺ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളോടൊരു എക്സാമ്പിൾ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാനിവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. CH3C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിനെ ഞാൻ HgSO4 H2SO4 ഹൈഡ്രേഷൻ നടത്തുകയാണേ. എന്താ കിട്ടുക? CH3C ഡബിൾ ബോണ്ട് O CH3 ആയിട്ട് മാറും. ഇതാണ് നമ്മൾ പറഞ്ഞത്. വേറെ ഏതൊരു ആൽക്കൈൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടുന്നത്? കീറ്റോൺ ആണ് കിട്ടുന്നത്. ആൽഡിഹൈഡ് അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് ഉണ്ടാക്കാൻ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഹൈഡ്രേഷൻ ഓഫ് ഈഥൈൻ നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ ഓഫ് അസൈൽ ക്ലോറൈഡ് വിത്ത് ഡൈആൽക്കൈൽ കാഡ്മിയം. അതായത് അസൈൽ ക്ലോറൈഡ് R-COCl നമ്മൾ R2CD ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഈ ഡൈആൽക്കൈൽ കാഡ്മിയം എങ്ങനെ ഉണ്ടായത്? നമ്മൾ എന്താ പറയാ, നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ എടുത്തിട്ട് കാഡ്മിയം ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചാണ് നമുക്ക് എന്തുണ്ടായത്? R2CD കിട്ടിയിട്ടുള്ളത്. R2CD നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ R2CD-നെ നമ്മുടെ ഒരു അസൈൽ ക്ലോറൈഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ ആറുകള് ഇവിടെ ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ വന്നിട്ട് ഇരുന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതാണ് എന്ത്? റിയാക്ഷൻ ഓഫ് അസൈൽ ക്ലോറൈഡ് വിത്ത് ഡൈആൽക്കൈൽ കാഡ്മിയം എന്ന് പറയുന്നത് നമ്മുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ല? ദാറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം എന്താണ്? അസൈൽ ക്ലോറൈഡ്സ് എന്ന് നമുക്ക് പറയാം. അസൈൽ ക്ലോറൈഡ്സിനെ ഡൈആൽക്കൈൽ കാഡ്മിയം R2CD ആയിട്ടാണ് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ അഗെയിൻ ഫ്രം നൈട്രൈൽസ് ആണ്. നൈട്രൈൽസിനെ ട്രീറ്റിംഗ് എ നൈട്രൈൽ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് യീൽഡ്സ് എ കീറ്റോൺ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് നൈട്രൈൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അതിനെ നമ്മൾ C6H5MgBr ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ്? ഇവർ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇത് ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. ഇതെന്താണ്? ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജ്. പോസിറ്റീവിന്റെ അടുത്തേക്ക് ആര് പോകുന്നു? നെഗറ്റീവ് പോകുന്നു. അപ്പോൾ എന്ത് വരും ഇവിടെ? CH3CH2 സിംഗിൾ ബോണ്ട് C6H5 ഡബിൾ ബോണ്ട് NMgBr. അതാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ മതി. ഇവിടെ ഇതെല്ലാം പോയിട്ട് ഇവിടെ ആര് വരും? ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ വരും. ഇതാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം നൈട്രൈൽസ്. നൈട്രൈൽസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ R ഗ്രൂപ്പും കൂടെ ആഡ് ആയിട്ടുള്ള ഒരു കീറ്റോൺ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? കിട്ടുന്നുണ്ടായിരിക്കുക. എടാ ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതായത് ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങളോട്, എനിക്ക് അസറ്റോൺ വേണം. ഓക്കെ, CH3C ഡബിൾ ബോണ്ട് OCH3 എനിക്ക് വേണം. എൻ്റെ കയ്യിലുള്ളത് എന്താണ്? എൻ്റെ കയ്യിലുള്ളത് CH3CN ആണ്.
ഓക്കെ അല്ലെ? ഇനി ഞാൻ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ടാ എനിക്ക് ഇതിനെ ഇതാക്കി മാറ്റാൻ പറ്റുക? ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു CH3MgX ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. കാരണം ഈ CH3 ആണ് ഇങ്ങോട്ട് വരുന്നത്. ഓൾറെഡി ഒരു കാർബൺ ഇവിടെ ഉണ്ട്. ഈ കാർബൺ ആണ് ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ആയിട്ട് മാറുന്നത്. ഇനി ഒരു കാർബണും കൂടെ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഈ ഗ്രിഡ് റിയേജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കൊടുക്കാം. സോ ഫസ്റ്റ് ഇവരാരായിട്ട് മാറും? CH3C ഡബിൾ ബോണ്ട് NMgBr. ഇവിടെ ഒരു CH3 നമുക്ക് വരും. വിച്ച് ഓൺ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഇത് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം നൈട്രൈൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്താണ്? അരോമാറ്റിക് കീറ്റോൺസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ഓഫ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ ജസ്റ്റ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ചെയ്താൽ മതി. അതായത് RCOCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്തായിട്ട് മാറും? അരോമാറ്റിക് കീറ്റോൺസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലെ? ഇപ്പൊ എന്നോട് ആരെങ്കിലും അസറ്റോഫീനോൺ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്താൽ മതി? ബെൻസീൻ എടുക്കുക, ഞാൻ CH3COCl ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കൊടുത്താൽ മതി. എനിക്ക് ഇവിടെ എന്ത് കിട്ടും? C ഡബിൾ ബോണ്ട് OCH3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് അസറ്റോഫീനോൺ. എടാ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ നമ്മുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. അതിന്റെ മുന്നേ അവരുടെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇൻ കാർബോക്സിലിക് ആസിഡ് നമുക്കറിയാം ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇവിടെ എന്താ ഉള്ളത്? OH ആണല്ലേ ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ ഇൻ കാർബോക്സിലിക് ആസിഡ് ദ ബോണ്ട്സ് ടു ദ കാർബോക്സൈൽ കാർബൺ ലൈ ഇൻ വൺ പ്ലെയിൻ ആൻഡ് ആർ സെപ്പറേറ്റഡ് ബൈ അബൌട്ട് 120 degrees Celsius അല്ല, ഡിഗ്രി. ദ കാർബോക്സിലിക് കാർബൺ ഈസ് ലെസ് ഇലക്ട്രോഫിലിക് ദാൻ കാർബണൈൽ കാർബൺ. എന്തുകൊണ്ടാണ്? കാർബണൈൽ കാർബണിലുള്ള കാര്യം ഇതാണ്. ഇവിടെ ആണെങ്കിലോ നമുക്ക് രണ്ട് എന്താ പറയുക ലോൺ പെയേഴ്സ് ഇവിടെ ഉണ്ട്. സോ ഇങ്ങനെ ഇവിടെ ഒരു പൊളാരിറ്റി ഉണ്ടെങ്കിലും ഈ ഓക്സിജൻ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഇലക്ട്രോഫിലിസിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഓൺ കാർബൺ ഇവിടെ എന്താണ്? ഇത്തിരി കുറവാണ് കമ്പയർഡ് ടു അതർ ഗ്രൂപ്പ്സ്. കറക്റ്റ് അല്ലേ? അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യാം? ഈ ഓക്സിജന് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ദ കാർബോക്സിലിക് കാർബൺ ഈസ് ലെസ് ഇലക്ട്രോഫിലിക് ദാൻ കാർബണൈൽ കാർബൺ ബിക്കോസ് ഓഫ് ദ പോസിബിൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആസ് ഷോൺ ബിലോ. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന് ചോദിക്കുകയാണ് കാർബോക്സിലിക് കാർബൺസ് ആർ ലെസ് ഇലക്ട്രോഫിലിക് ദാൻ കാർബണൈൽ കാർബൺ വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ഒരു റെസൊണൻസ് വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മുടെ കാർബണൈലിന്റെ കേസിൽ അങ്ങനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആരും അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ കാർബോക്സിലിക് കാർബൺ കുറച്ചും കൂടെ ലെസ് ഇലക്ട്രോഫിലിക് ആവാനുള്ള റീസൺ. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ ബൈ ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ്. നമുക്കറിയാം പ്രൈമറി ആൽക്കഹോളിനെ ഞാൻ ചെറിയൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ് വെച്ചത് എന്നുണ്ടെങ്കിൽ അവർ ആദ്യം ആരായിട്ട് മാറാ ചെയ്യുക? ആൽഡിഹൈഡ് ആയിട്ട് മാറാ ചെയ്യുക. വീണ്ടും ഇതിനെ ഞാൻ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറുള്ളൂ? കാർബോക്സിലിക് ആസിഡ്സ് ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വേറെ മെത്തേഡ് ഉണ്ട്. എന്താണ്? ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ചിട്ട് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ്സ് ആക്കി മാറ്റുന്ന മെത്തേഡ്. Okay, alle? So primary alcohols are readily oxidized to carboxylic acid with common oxidizing agents such as potassium permanganate KMnO4 in neutral acidic or alkaline media or by potassium dichromate K2Cr2O7 and chromium trioxide in acidic media. Jones reagent എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. Okay, alle? Aldehydes on oxidation with a mild oxidizing agents like CrO3 or Tollens reagent gives carboxylic acids. Okay, alle? Fillings reagent എന്ത് തരും? നമ്മുടെ എന്താ പറയുക ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. അവരും എന്തായിട്ട് മാറാ ചെയ്യുക? കാർബോക്സിലിക് ആസിഡ്സ് ആയിട്ട് മാറാ ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, CH3CH2OH നെ ഞാൻ KMnO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ഇൻ അസിഡിക് മീഡിയം. എന്തായിട്ട് മാറാ ചെയ്യുക? ഇവര് CH3COOH ആയിട്ട് മാറും. അല്ലെങ്കിൽ ഞാൻ CH3CHO ഞാൻ എന്ത് ചെയ്യാണ്? CrO3 പ്രസൻസിൽ ഞാൻ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരും എന്തായിട്ട് മാറും? CH3COOH ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇവിടെ കാർബണിന്റെ എണ്ണത്തിലൊന്നും സംഭവിക്കുന്നില്ല. അത്ര കാർബൺ ആണുള്ളത്, അത്ര തന്നെ കാർബൺ കണ്ടെയ്നിങ് കാർബോക്സിലിക് ആസിഡ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്താണ് നമ്മുടെ? What's the next method of preparation? Hydrolysis of nitriles. Nitriles and hydrolysis. Again, nitriles എന്നൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും നമ്മൾ കണ്ടതാണ് nitriles എന്നുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ആൽഡിഹൈഡ് ആണെങ്കിൽ ഇതാണ് ഈ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു എന്താ പറയുക കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എപ്പം
ഏതൊരു റിയാക്ഷൻ കണ്ടാലും മുന്നേ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കാനായിട്ട് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഗോ ബാക്ക് ടു ദാറ്റ് ടോപ്പിക്, റീഡ് ഇറ്റ്, സ്റ്റഡി ഇറ്റ് ആൻഡ് കം ബാക്ക്. എന്നിട്ട് നിങ്ങൾ വീണ്ടും ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും തിരിച്ചു പോയി അത് പഠിച്ച് തറവാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോകാനായിട്ട് നോക്കാം. സോ ആൽഡിഹൈഡ്സിൽ ഫ്രം നൈട്രൈൽസ് നമ്മൾ പറഞ്ഞ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്തൊക്കെയായിരുന്നടാ? എന്താണ് ആ റിയാക്ഷന്റെ പേര് നമ്മൾ പറഞ്ഞത്? സ്റ്റീഫൻ റിയാക്ഷൻ. കറക്റ്റ് അല്ലേ? സ്റ്റീഫൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റൈനസ് ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്ന റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഡിബാലറ്റോ ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീറ്റോൺസിലാണെങ്കിലോ നൈട്രൈലിനെ നമ്മൾ ആരായിട്ടാണ് ട്രീറ്റ് ചെയ്യിപ്പിക്കേണ്ടത്? RMGX ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? കീറ്റോൺസ് കിട്ടിയത്. ഇനി നമ്മുടെ കാർബോക്സിലിക് ആസിഡ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ഹൈഡ്രോളിസിസ് ഓഫ് നൈട്രൈൽ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ഓർ ആൽക്കലി ആസ് എ കാറ്റലിസ്റ്റ് ഫസ്റ്റ് ഗിവ് അമൈഡ്. അതായത് ഞാനിപ്പോൾ ഒരു RC ട്രിപ്പിൾ ബോണ്ട് Nനെ ഞാൻ എന്ത് ചെയ്യാണ്? ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഇവർ ആദ്യം ആരായിട്ട് മാറും എന്നാണ് പറഞ്ഞത്? ആദ്യം ഇവർ അമൈഡായിട്ട് മാറും. എന്നിട്ട് വിച്ച് ഓൺ ഫെർദർ അത് എഗെയിൻ അതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരായിട്ട് മാറും? RCOOH ആയിട്ട് മാറും. വിച്ച് ഓൺ ഫെർദർ വിൽ ഗിവ് കാർബോക്സിലിക് ആസിഡ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? യെസ്. ഓക്കെ. സോ ഇതാണ് ഹൈഡ്രോളിസിസ് ഓഫ് നൈട്രൈൽസ് ആണ് മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സിൽ നമുക്ക് വരുന്നത്. ഇനി ട്രീറ്റ്മെന്റ് ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് വിത്ത് കാർബൺ ഡയോക്സൈഡ്. അഗെയിൻ അനദർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡുമായിട്ടുള്ള ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ റിയാക്ഷൻ. ഓക്കെ അല്ലേ? ഐ തിങ്ക് ഇതും നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാർബൺ ഡയോക്സൈഡിൽ നമ്മൾ അഗെയിൻ കാർബണൈലിന്റെ പോലെ തന്നെ വരക്കുകയാണ്. ഇവിടെ മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്. ഇനി ഇവിടെ എന്താ സംഭവിക്കാന്ന് ഞാൻ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ നെഗറ്റീവ് പോസിറ്റീവിന്റെ അടുത്തേക്ക് വരുന്നു, പോസിറ്റീവ് നെഗറ്റീവിന്റെ അടുത്തേക്ക് പോകുന്നു. സോ സിമ്പിൾ. സോ നമുക്ക് വരും RC ഡബിൾ ബോണ്ട് OMGX followed by hydrolysis will form RC double bond OOH പ്ലസ് MgOH ആയിട്ട് ഇവര് മാറും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ്സ് ഇവിടെ ഫോം ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോ ഡൗട്ട്സ്? യെസ്. നെക്സ്റ്റ് വൺ ഫ്രം അസൈൽ ഹാലൈഡ്സ് ആൻഡ് അൺഹൈഡ്രൈഡ്സ്. അസൈൽ ഹാലൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ COCl ആണ്. അൺഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് O. ഇതാണ് എന്ത്? അൺഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ അസൈൽ ഹാലൈഡ്സ് എന്നും അൺഹൈഡ്രൈഡ്സ് എന്നും COCl ആണെന്നില്ല, X ഏതൊരു ഹാലജനും ഇവിടെ വരാം കേട്ടോ. സോ ആസിഡ് ക്ലോറൈഡ്സ് ആൻഡ് അൺഹൈഡ്രൈഡ്സ് ആഫ്റ്റർ ഹൈഡ്രോളിസിസ് ആൻഡ് അസിഡിഫിക്കേഷൻ വിൽ ഗിവ് കാർബോക്സിലിക് ആസിഡ്സ്. ഇവരെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മുടെ OH വരും, ഇവിടെ നമ്മുടെ ആരും വരും? H വരും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളിസിസ് ആൻഡ് അസിഡിഫിക്കേഷൻ ദേ വിൽ ഗിവ് കാർബോക്സിലിക് ആസിഡ്സ്. അഗെയിൻ അൺഹൈഡ്രൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഒരു സ്ഥലത്ത് ആര് വരും? H+ വരും, ഇവിടെ ആര് വരും? OH വരും. ഇങ്ങനെ അവരാരായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ്സ് ആയിട്ട് കിട്ടും നമുക്ക്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് അൺഹൈഡ്രൈഡ്സിന്റെ കേസ് വരുന്നത്. ഒന്നുകിൽ അൺഹൈഡ്രൈഡ്സ് ആണെങ്കിൽ 2 കാർബോക്സിലിക് ആസിഡ്സ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ ആസിഡ് ക്ലോറൈഡ്സ് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഹൈഡ്രേഷൻ നടത്തി കഴിഞ്ഞാലും നമുക്ക് ആദ്യം എന്താ പറയുക? അയോണിനെ കിട്ടും. വിച്ച് ഓൺ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് നമുക്ക് എന്ത് കിട്ടും? RCOOH കിട്ടുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് എന്തെന്നും കൂടെ ഉണ്ടാക്കാം? എസ്റ്റേഴ്സ് എന്നും കൂടെ ഉണ്ടാക്കാം. കാരണം അവരെവിടുന്ന ഉണ്ടാവുന്നത്? ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡ്സും ആൽക്കഹോൾസും റിയാക്ട് ചെയ്തിട്ടാണ്. നമുക്ക് അറിയുന്ന കാര്യമല്ലേ ഇത്? കാർബോക്സിലിക് ആസിഡ്സും നമ്മുടെ ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മുടെ OHും ഇവിടുന്ന് നമ്മുടെ OHും ഇവിടുന്ന് നമ്മുടെ Hും കൂടെ പോയിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ RC ഡബിൾ ബോണ്ട് OOR ഡാഷ് ഉണ്ടാവുന്നത്. സോ ഇതിവിടെ എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. കറക്റ്റ് അല്ലേ? സോ എസ്റ്റേഴ്സ് എന്ന് എങ്ങനെ ഉണ്ടാക്കാം? ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റേഴ്സ് ഗിവ് ഡയറക്ട്ലി കാർബോക്സിലിക് ആസിഡ് വൈൽ ബേസിക് ഹൈഡ്രോളിസിസ് ഗിവ് എ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് വിച്ച് ഓൺ അസിഡിഫിക്കേഷൻ വിൽ ഗിവ് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. അതായത് ഞാൻ ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ ബ്രേക്ക് ആവുന്നു. ഇവിടെ OHും ഇവിടെ Hും വന്നിട്ട് ഒരു ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡ്സും നമുക്ക് കിട്ടും. ബേസിക് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ബ്രേക്ക് ആയിട്ട് ഇവിടെ ആര് വരിക ചെയ്യുക?
NA വരികയാണ് ചെയ്യുന്നത്. ONA ആണ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കുക. എന്നിട്ട് H ഇതിന്റെ അടുത്തേക്ക് പോയിട്ട് ഇത് ആൽക്കഹോൾ ആയിട്ട് മാറും. ഇതിനെ നമ്മൾ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്താൽ നമുക്ക് എന്തായിട്ട് മാറുള്ളൂ? ഇത് ആസിഡ് ആയിട്ട് മാറുള്ളൂ. സോ ആസിഡിക് ഹൈഡ്രോളിസിന്റെ ബേസിക് ഹൈഡ്രോളിസിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ആസിഡ് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നു. ബേസിക് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ ആദ്യം ഒരു സോൾട്ട് കിട്ടി അതിനെ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് നമുക്ക് ആരാക്കി മാറ്റാൻ പറ്റുക? ആസിഡ്സ് ആക്കി മാറ്റാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. Okay, yes, next reaction ആണ് side chain oxidation of alkyl benzenes. Alkyl benzenes side chain oxidation. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ടൊളുവീനെ ഞാൻ ഡയറക്റ്റ് ഓക്സിഡൈസ് ചെയ്യാനായിട്ട് നിന്നാൽ അത് ഡയറക്റ്റ് ആയിട്ട് ആരായിട്ട് മാറും? ബെൻസോയിക് ആസിഡ്സ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ആൽഡിഹൈഡ്സിന്റെ കേസിൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ പറഞ്ഞത്. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാം റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ അതുകൊണ്ടായിരുന്നു നമ്മൾ എന്ത് എറ്റാഡ് റിയാക്ഷന്റെ കേസിൽ നമ്മൾ ആദ്യം ക്രോമൈൽ ക്ലോറൈഡ് ആൻഡ് CCl4 ട്രീറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമുക്കുള്ള വേറെ മെത്തേഡാണ് എന്ത് CrO3 ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് ആൻഹൈഡ്രൈഡ് ട്രീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്സിഡേഷൻ ഓഫ് ആൽക്കൈൽ ബെൻസീൻ വിത്ത് ക്രോമിക് ഓക്സൈഡ് ഓർ അസിഡിക് ഓർ ആൽക്കലൈൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഗിവ്സ് അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്. ഇത് എത്ര വലിയ ചെയിൻ ആയിക്കോട്ടെ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തെന്നെയായിരിക്കും? കാർബോക്സിലിക് ആസിഡ് തന്നെ ആയിരിക്കും. ഇത് നമുക്ക് പ്രൈമറി എടുക്കാം, സെക്കൻഡറി എടുക്കാം, പക്ഷേ ടേർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു ടേർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് എന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരാളെടുത്തിട്ട് ഞാൻ KMnO4 ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ എന്ത് കിട്ടില്ല? നമുക്കിവിടെ ബെൻസോയിക് ആസിഡിന് ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയില്ല. പ്രൈമറിയും സെക്കൻഡറിയും ഫൈൻ ആണ്, പക്ഷെ ടേർഷ്യറി നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. എത്ര വലിയ ആളെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ബെൻസോയിക് ആസിഡ് ആയിട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഓക്സിഡൈസ്ഡ് ഇൻ ദിസ് മാനർ വൈൽ ടേർഷ്യറി ഗ്രൂപ്പ് ഇസ് നോട്ട് എഫക്റ്റഡ്. ഇവരെന്തെയില്ല? എഫക്റ്റഡ് ആവില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ് മീ ഔട്ട്. ഇത്രയും സമയം എന്നെ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയ 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 ഒരു നന്ദി ഞാൻ പറയുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് വീണ്ടും ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ വേണം, കുറച്ചും കൂടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീക്വസിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ താഴെ കാണാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വീക്വസിന്റെ ലിങ്ക്, ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്വസ് അറ്റൻഡ് ചെയ്യാം. ഈ പാഠഭാഗം നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു ധാരണ ഒക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് അത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ വേഗം പോയിട്ടൊന്ന് അത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും കിട്ടാനായിട്ട് നമ്മുടെ വേദാന്തു എന്താ പറയുക ടെലഗ്രാം, വേദാന്തു മലയാളം ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ വെറുതെ ജോയിൻ ചെയ്യല്ല, ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ്, ഓരോ ക്ലാസ്സിനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൂടാതെ ഡെയിലി നോട്ട്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീക്ക്ലി നിങ്ങൾക്ക് അവിടെ ക്വിസ് നമ്മൾ നടത്തും നമ്മുടെ ടെലഗ്രാമിൽ തന്നെ. ദെൻ വീക്ക്ലി ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നത് നമ്മുടെ വേദാന്തു മലയാളം ടെലഗ്രാമിലൂടെ ആയിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ജോയിൻ ടു ദ വേദാന്തു മലയാളം ടെലഗ്രാം ചാനൽ ഓൾസോ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. സോ യെസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുട്ടി ക്ലാസ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. Till then, this is me Shibla signing off from Vedantu Malayalam. See you again another day with another topic. Till then, ta-ta and bye-bye.